ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 86-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചിന്താധാരയോട് ചേർന്ന് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും പ്രായവും ചുറ്റുവട്ടങ്ങളുമൊക്കെ മനനം ചെയ്ത് അനുഭവങ്ങളിലൂടെ ഒരു തീർത്ഥാടനമാണ് ഈ പഠന പരമ്പരയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതിലെ ഓരോ വാക്യങ്ങളും ചിന്തയ്ക്കും ധ്യാനത്തിനും മാത്രമല്ല, നമ്മളുടെ ആത്മീക ജീവിതചര്യ ശക്തീകരിക്കുവാനും ഉതകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ നിറവിലും നിഴലിലും ഇരുന്നു കൊണ്ട് വേണം സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുവാൻ. 86-ാം എപ്പിസോഡിൽ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്ന വേദഭാഗം 24-ാം സങ്കീർത്തനം 8, 9, 10 വാക്യങ്ങളാണ്. മഹത്വത്തിൻ്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കുവീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. 7-ാമത്തെ വാക്യത്തിലും വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ എന്നുള്ള വേദഭാഗം പറയുന്നുണ്ട്. അവിടെ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നുള്ള ആഹ്വാനമാണ് 7-ാം വാക്യത്തിൽ വരെ പറയുന്നത്. ഇനി മഹത്വത്തിൻ്റെ രാജാവ് ആര്? ഈ മഹത്വത്തിൻ്റെ രാജാവ് ആരെന്നുള്ളതിന് 2 വ്യാഖ്യാനങ്ങൾ സങ്കീർത്തനക്കാരൻ നൽകുകയാണ്. ഒന്ന്, മഹത്വത്തിൻ്റെ രാജാവ് ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ. 2, വീണ്ടും പറയുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. അപ്പം ബലവാനും വീരനുമായ യഹോവ എന്ന് ആദ്യ ഭാഗത്തും 2-ാം ഭാഗത്ത് സൈന്യങ്ങളുടെ യഹോവ എന്നും ഈ മഹത്വത്തിൻ്റെ രാജാവിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഈ വ്യാഖ്യാനം നമ്മൾ പറയുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഇടയ്ക്കായി പറയുന്ന വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ എന്നുള്ള വാചകം അല്പം കൂടി വിശകലനത്തിന് ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ എന്ന് പറയുന്നതിന് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട്, കന്യകാ ജനനവുമായി ബന്ധപ്പെട്ട് ഉള്ള വ്യാഖ്യാനമുണ്ട്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ എന്നുള്ള വേദഭാഗത്തിന് ഈ ലോകത്തിലെ കർത്താവിൻ്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളുണ്ട്. വാതിലുകൾ ജീവനുള്ള വസ്തുവല്ല, വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് ജീവനുള്ള വസ്തു കൊണ്ടുമല്ല. എന്നാൽ തലകളെ ഉയർത്തുവാൻ വാതിലുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വാതിലുകൾ തല ഉയർത്തും? വാതിലുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ വാതിൽ വലുതായിരിക്കണം, എന്നാൽ സുരക്ഷിതമായിട്ട് പ്രവേശിക്കാം. അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ തല കുനിച്ചു വെച്ച് പ്രവേശിക്കണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഴയകാല ദേവാലയങ്ങളുടെ വാതിൽ നിർമ്മിതിയെ സംബന്ധിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പഠനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ അതിനോട് ചേർന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. എന്തുകൊണ്ട് ഈ വാതിലുകളെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ എന്ന് പറയുന്നത്? ഈ വാതിലുകളുടെ നിർമ്മിതിയിൽ ചില വാതിലുകളും ചില കെട്ടിടങ്ങളുമൊക്കെ ഉണ്ട്, ഒരുപാട് നാളുകൾ നിലനിൽക്കുന്നതാണ്. ആ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പണ്ടേയുള്ള കതകുകളെ എന്ന് പറയുന്നത്. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. ഇതിൻ്റെ യഥാർത്ഥ പരിഭാഷയിൽ, ഹീബ്രു പരിഭാഷയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്പം കൂടി ആഴത്തിലുള്ള ചിന്ത കിട്ടും. വാതിലുകൾ, പണ്ടേയുള്ള കതകുകൾ. അപ്പം വാതിലുകളുണ്ട്, വാതിലിന് കട്ടളയുണ്ട്, പ്രത്യേകിച്ച് കതകുകളുണ്ട്. പക്ഷേ ഈ കട്ടളയും വാതിലും എല്ലാം കൂടെ ചേർന്നതാണ് വാതിലെന്ന് പറയുന്നത്. വെറും ഒരു പ്രവേശന കവാടമല്ല, ആ കട്ടള വേണം, കതകുകൾ വേണം. അപ്പം കട്ടളയും കതകുകളും ചേരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് വാതിലെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർന്നിരിക്കണം ചില പണ്ടേയുള്ള വാതിലുകളും പണ്ടേയുള്ള കതകുകളുമൊക്കെ ഉണ്ട്. ഈ പണ്ടേയുള്ള വാതിലുകളും കതകുകളുമൊക്കെ ആരാണെന്ന് ചിന്തിക്കണം, എന്താണെന്ന് ചിന്തിക്കണം. മാറ്റത്തിന് വശംവദമാകാത്ത, തയ്യാറാകാത്ത, എല്ലാം തികഞ്ഞവരെന്ന് ചിന്തിക്കുന്ന, എന്നിലൂടെ ഒരുപാട് പേര് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അഭിമാനിക്കുന്ന പല സംസ്കൃതികളും പല പാരമ്പര്യങ്ങളുമുണ്ട്. മാറ്റങ്ങൾ വരാത്ത ഭാഷകളാണെങ്കിലും സംസ്കാരങ്ങളാണെങ്കിലും തളർന്നിട്ടുണ്ട്. ലാംഗ്വേജുകൾ ഡെഡ് ലാംഗ്വേജസുകളായിട്ട് മാറിയിട്ടുണ്ട്.
സംസ്കാരങ്ങൾ മരിക്കപ്പെട്ട സംസ്കൃതികളായി മാറിയിട്ടുണ്ട്. കച്ചവടക്കാരാണെങ്കിലും അല്ലെങ്കിൽ ചിന്തകരാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും ഒക്കെ കാലത്തിനനുസരിച്ചുള്ള രചനകളാണ് നടത്തുന്നത്. അതുകൊണ്ട് മോഡേണെന്നും പോസ്റ്റ് മോഡേണെന്നും രചനകളെ വിലയിരുത്താറുണ്ട്. ഇന്ന് പോസ്റ്റ് മോഡേൺ കാലഘട്ടവും കഴിഞ്ഞു, ഉത്തരാധുനികത കഴിഞ്ഞു. അതിനപ്പുറമായ ചിന്താധാരകളായിരുന്നു എഴുത്തുകളിലുള്ളത്. പഴയകാലത്തെ ശൈലികൾ സിനിമകളിൽ നിന്ന് അപ്രത്യക്ഷമായി, സീരിയലുകളിൽ നിന്ന് അപ്രത്യക്ഷമായി, അതൊക്കെ കടന്ന് വ്ളോഗുകളുടെ ഒരു കാലഘട്ടം, അതിനപ്പുറമായൊരു കാലഘട്ടത്തിലേക്ക് പോകുകയാണ്. മനുഷ്യനെന്ന് ജീവിക്കുന്ന ഈ ലോകത്തിലെ ഭൂമിയിലെ അന്വേഷണങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു പരിധി പോലും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ തന്നെയും ഇവിടെ നിന്ന് മനുഷ്യൻ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പോകുകയാണ്. ചന്ദ്രനിലും ചൊവ്വയിലും എങ്ങനെ മനുഷ്യന് താമസിക്കാം, അവിടെ എങ്ങനെ തീർത്ഥാടനം നടത്താം, വിനോദയാത്ര നടത്താം എന്നൊക്കെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. സമുദ്രത്തിലെ ഏറ്റവും അഗാധമായ മറിയാന ട്രെഞ്ചിലേക്ക് എങ്ങനെ പോയി താമസിക്കാമെന്ന് ചിന്തിക്കുകയാണ്. മറിയാന ട്രെഞ്ചിൽ പോയി ഒരാഴ്ച താമസിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചിന്താധാരകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നദികളിലൂടെ ഒരുപാട് ജലം ഒഴുകിപ്പോയിട്ടുണ്ട്. മണൽപ്പരപ്പുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പഴയ കാലത്തുണ്ടായിരുന്ന ഗർത്തങ്ങളുള്ള സ്ഥലങ്ങൾ, ചുഴികളുണ്ടായിരുന്ന സ്ഥലം ഇന്ന് നിരന്നിട്ടുണ്ട്. പണ്ട് നിരന്നു കിടന്ന സ്ഥലങ്ങൾ ഇന്ന് ചുഴികളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പല പ്രദേശങ്ങളിലെയും നദികളെക്കുറിച്ചും തോടുകളെക്കുറിച്ചും പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ മാറി. പ്രത്യേകിച്ച് 2018 വെള്ളപ്പൊക്കത്തോടുകൂടി ഞങ്ങളുടെ നാടിലുള്ള പത്തനംതിട്ട ജില്ലയിലെയൊക്കെ ആണെങ്കിൽ പമ്പയാറിൻ്റെയും അച്ചൻകോവിലിൻ്റെയും ഒക്കെ അതിൻ്റെ ശൈലിയും രീതികളും മാറി. നേരത്തെ ഉണ്ടായിരുന്ന ചുഴിയൊക്കെ മാറിയെന്നാണ് പറയുന്നത്. എന്നാൽ മറ്റു ചിലത്തെ പുതിയ കയങ്ങൾ, ചുഴികൾ രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിനുപോലും മാറ്റങ്ങൾ വന്നു. അപ്പം നദിക്കും തോടിനും കടലിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോഴാണോ മനുഷ്യന് മാറ്റങ്ങൾ വരാത്തത്? ഇതിനെല്ലാം മാറ്റങ്ങൾ വരുമ്പോഴും, ഇതിനെല്ലാം വ്യത്യസ്തതകൾ വരുമ്പോഴും മാറ്റങ്ങൾ വേണ്ട, എല്ലാം തികവുള്ളതാണെന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലാണ് ഇന്ന് നിങ്ങളും ഞാനുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. അതേ പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും ഇന്ന് ഞാൻ വലിയവനാണ്, ഞാൻ പണ്ടേയുള്ള കഥ കാണും, ഞാൻ പറഞ്ഞല്ലോ എന്നിലൂടെ ഒത്തിരി പേര് പ്രവേശിച്ചിട്ടുണ്ട്, ഞാൻ ചിലരെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്, ചിലരെ മാത്രമേ കയറ്റി വിട്ടിട്ടുള്ളൂ. നമ്മൾ പറയത്തില്ലയോ, ചിലയിടത്തൊക്കെ ചില വാതിലുകളുണ്ട്, അത് VVIPസിന് വേണ്ടി മാത്രമുള്ളതാണ്. എന്തിനാ? നമുക്ക് തന്നെ അറിയാം. ചില ടോൾ ഗേറ്റിലൂടെ പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം, അവിടെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് പ്രാദേശികമായി കടന്നു പോകേണ്ട വാഹനങ്ങളുണ്ട്, VVIPസിന് വേണ്ടി പോകേണ്ട വാഹനങ്ങൾക്കുള്ള വഴിത്താരകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അല്ലാതെ ഒത്തിരി ക്യൂവിൽ കടന്നു പോകുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾ പോകുന്ന വഴിത്താരകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും പ്രിയമുള്ളവരെ, ഇതൊന്നും സ്ഥിരതയുള്ളതല്ല, സ്ഥിരതയുള്ള വാതിലുകളല്ല, സ്ഥിരതയുള്ള കഥകളല്ല. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പി. കാരണം ഇനിയൊരു പുതിയ ഘടന വേണം, ഇനിയൊരു പുതിയ രീതി വേണം, പുതിയൊരു സംസ്കൃതി രൂപപ്പെടുത്തണം. അതായത് ഈ വാതിലുകളിലൂടെ ഈ കഥകളെ മറികടന്നുകൊണ്ട് രാജാക്കന്മാർ പോയിട്ടുണ്ട്, വിപ്ലവകാരികൾ പോയിട്ടുണ്ട്, ചിന്തകന്മാർ പോയിട്ടുണ്ട്, നിരീശ്വരന്മാർ പോയിട്ടുണ്ട്, മനുഷ്യസ്നേഹികളായിട്ടുള്ളവർ പോയിട്ടുണ്ട്. നമ്മൾ തന്നെ പലപ്പോഴും പോയിട്ടുണ്ട്. പലരും പോയിട്ടുണ്ടെങ്കിലും മഹത്വത്തിൻ്റെ രാജാവിന് പോകേണ്ട വാതിലുകളും കഥകളും അങ്ങനെയല്ല. ആ ഒരു പ്രയാണത്തിൻ്റെ ആ ഒരു ട്രയംഫൻ്റ് എൻട്രി, രാജകീയമായൊരു പ്രവേശനം നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പലപ്പോഴും പറയും, എനിക്കൊത്തിരി അനുഭവമുള്ളവനാ, ഞാൻ ഒത്തിരി പഠിച്ചവനാ, ഒത്തിരി ചിന്തിച്ചവനാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതമാകുന്ന വാതിലിലൂടെ എൻ്റെ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടതുപോലെയൊന്നുമല്ല. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയാൽ പോരാ. നമ്മൾ ഒരുപാട് അതിഥികളെ സ്വീകരിച്ചിട്ടുണ്ട്, അലങ്കാരങ്ങൾക്ക് നിന്ന് കൊടുത്തിട്ടുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, സ്തുതിഗീതങ്ങളും ഘോഷസ്വരങ്ങളും ഉയർത്തിയിട്ടുണ്ട്, താളവും മേളവും ഉയർത്തിയിട്ടുണ്ട്. അതൊന്നുമല്ല പൂർണ്ണതയെന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറമായൊരു പൂർണ്ണതയുണ്ട് പ്രിയപ്പെട്ടവരെ, അതിനപ്പുറമായൊരു പൂർണ്ണതയുണ്ട്. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുവാൻ തക്കോണം ഒരുക്കങ്ങൾ നടത്തേണ്ടത് നമ്മളല്ല, ആ രാജാവിൻ്റെ ദൂതന്മാരുണ്ട്, അവൻ്റെ ഒരുക്കത്തിന് വേണ്ടി കടന്നു വരേണ്ടവരുണ്ട്. നിങ്ങളും ഞാനും ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന പല പദ്ധതികളിൽ നിന്ന് മാറ്റങ്ങളുണ്ട്. നമ്മളതുകൊണ്ടാണ് പലരും ചിന്തിക്കുന്നത്,
എനിക്ക് പണമുള്ളത് കൊണ്ട് കുഴപ്പമില്ല, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ പിള്ളേരുമൊക്കെ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ട്, 10 തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം എനിക്കുണ്ട്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് ടെൻഷനില്ല, എന്തോ വന്നാലും പ്രശ്നമില്ല, ഞാനിവിടെ കിടന്നാലും മതി, ഞാനൊന്ന് ഞെക്കിയാൽ മതി, വിരൽത്തുമ്പിലെല്ലാം ഉണ്ട്, എല്ലാവരും ഓടിയെത്തും. പോരാ. മഹത്വത്തിൻ്റെ രാജാവിൻ്റെ പ്രവേശനത്തിന് അതൊന്നും പോരാ. അത്തരം സംവിധാനങ്ങളിലൊന്നും നിലനിൽപ്പില്ല. പണ്ട് പുരാതനമായ മിടുക്കും വീര്യവും ധൈര്യവും ശക്തിയുമൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചിട്ട് ആ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കണം. അന്നേരം ഓർത്തോണം, കതകുകൾ ഒരിക്കലും ഉയരത്തില്ലെന്ന് പറഞ്ഞല്ലോ, കതകുകൾക്ക് സ്വയമായിട്ട് ചലിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞല്ലോ. ഒന്നീ കാറ്റടിച്ചോ മനുഷ്യൻ്റെ പിന്തുണ കൊണ്ടോ വേണം, ആരുടെയെങ്കിലും പിന്തുണ കൊണ്ടോ വേണം. പലരും നമ്മുടെ വാതിലിലൂടെ കടന്നുപോയപ്പോൾ വന്ന ഒരുപാട് അശുദ്ധികളുണ്ട്, നമ്മളിൽ നിക്ഷേപിച്ചിട്ട് പോയിട്ടുള്ള ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. എന്നാൽ എൻ്റെ രാജാവ് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇത് മാറിയേ പറ്റത്തുള്ളൂ. ഞാനാകുന്ന നിങ്ങളാകുന്ന സഹോദരങ്ങളെ, സമൂഹമാകുന്ന വാതിലുകൾ ഉയർന്നേ പറ്റത്തുള്ളൂ. ജീവനില്ലാത്തതിന് ദൈവം ജീവൻ നൽകുന്ന ഒരു അനുഭവം. കല്ലുകൾ ആർത്തുപാടുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇവർ മിണ്ടാതിരിക്കുവീൻ, ആർത്തുപാടുന്ന കുഞ്ഞുങ്ങളെ മിണ്ടാതിരുത്തുവീൻ എന്ന് കർത്താവിനോട് യഹൂദന്മാരായിട്ടുള്ള കപടവിശ്വാസികൾ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തുപാടും. അതെ, കല്ലുകൾ ആർത്തുപാടുന്നത് കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ദൈവത്തെ അറിയാത്തവരും കല്ലുപോലെ മനസ്സുള്ളവരും ദൈവത്തെ നിന്ദിക്കുന്നവരും ദൈവത്തെ ദുഷിക്കുന്നവരുമൊക്കെ തമ്പുരാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ പാരമ്പര്യ വിശ്വാസികളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളെന്ന് അഭിമാനിച്ചവരും പ്രവർത്തകരുമൊക്കെ ഇന്ന് ലജ്ജിതരായിക്കൊണ്ടിരിക്കുകയാണ്. പലരും വീണുപോയി, പലരും പിന്മാറിപ്പോയി, പണത്തിൻ്റെ പിന്നാലെ പോയി, പ്രതാപത്തിൻ്റെ പിന്നാലെ പോയി, ആസക്തികളുടെ പിന്നാലെ പോയി, ലോകത്തിൻ്റെ സുഖഭോഗങ്ങളുടെ പിന്നാലെ പോയി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരും കാണാതെ കിടക്കുന്ന ചില കല്ലുകളൊക്കെ ഉണ്ട്. അവയാർത്തു പാടും. ചില വാതിലുകളൊക്കെ തന്നെ ഉയരും. മഹത്വത്തിൻ്റെ രാജാവിനെക്കുറിച്ച് പറയുന്നു, 2 വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുന്നത്. മഹത്വത്തിൻ്റെ രാജാവാര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. പഴയകാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു. യഹോവയെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അവൻ പർവ്വത ദൈവമാണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു, അവൻ പർവ്വതത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞവനുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് മോശ കടന്നു ചെന്നു എന്ന് പറഞ്ഞു. ആ ദൈവമാണ് മന്ദം മന്ദം താഴേക്ക് ഇറങ്ങി വന്നത്, മനുഷ്യൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. പഴയ നിയമത്തിൽ ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ തീ കൊത്തി വലിയ നാശമുണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ, ദൈവമേ നീ ഇറങ്ങി വരണ്ട, ഞങ്ങൾക്ക് പേടിയാണെന്ന് ജനം കരഞ്ഞു. അങ്ങനെയാണ് മോശ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ കാണുവാൻ വേണ്ടി, ദൈവത്തോട് സംസാരിക്കുവാൻ വേണ്ടി ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ചെന്നത്, അവിടേക്ക് കയറി ചെന്നത്. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വലിയ ചിന്ത എപ്പോഴും ഉണ്ടാകണം. യുദ്ധവീരനായ യഹോവ എന്ന് പറയുമ്പോൾ തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവ, മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന യഹോവ, ആ ഒരു കൺസെപ്റ്റ് മാത്രമല്ല അതിൻ്റെ അകത്തുള്ളത്. അന്ന് അവരുടെ വിശ്വാസം അതായിരുന്നു, ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവം യുദ്ധം ചെയ്യും. ഒരു നിഷ്കളങ്ക വിശ്വാസിയുടെ വിശ്വാസം അതിനപ്പുറമായിട്ട് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഞങ്ങൾക്ക് സൈന്യമില്ല, ഞങ്ങൾക്ക് പടയാളികൾ കുറവാണ്, വീരത്വമുള്ളവരില്ല, മറ്റുള്ളവരുടെ ആയുധങ്ങൾ അതുപോലെയില്ല, ഇതൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവം എല്ലാം ചെയ്യും. അന്നത്തെ ഒരു ചിന്തയാണ്. യുദ്ധവീരനായ യഹോവ തന്നെ. ദൈവം ആയുധമെടുക്കുന്നത് അനീതിക്കെതിരെയാണ്, തിന്മയ്ക്കെതിരെയാണ്, ശത്രുവിനെതിരെയാണ്, നശീകരണ വസ്തുവിനെതിരെയാണ്. അങ്ങനെയെങ്കിൽ ഓർത്തോണം, തൻ്റെ ജനത്തെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം തൻ്റെ ജനത്തിനു വേണ്ടി പോരടിക്കുന്ന ഒരു യഹോവയുണ്ടെന്ന് അന്നത്തെ ജനം വിശ്വസിച്ചുവെങ്കിൽ, അങ്ങനെ ഒരു സത്യമുണ്ടായിരുന്നുവെങ്കിൽ, ഇന്ന് നമ്മൾ ഹൃദയംഗമായിട്ട് ചിന്തിച്ചോണം, അവൻ യുദ്ധവീരനാണ്. ചിലപ്പോൾ എനിക്കെതിരെയും അവൻ ആയുധമെടുക്കുമോ എന്ന് ഞാനും നിങ്ങളും പേടിക്കണം. നമ്മളുടെ ജഡീക പ്രവൃത്തികൾക്കെതിരെ, ആസക്തികൾക്കെതിരെ, തിന്മ പ്രവൃത്തിക്കെതിരെ ദൈവം വാളെടുക്കുമോ എന്ന് ചിന്തിച്ചോണം. ദൈവം അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നുവെന്ന് 7-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ വാളിന് മൂർച്ച കൂട്ടുന്നു, അവൻ വില്ലുകുലച്ചൊരുക്കിയിരിക്കുന്നു. യുദ്ധവീരനായ യഹോവ എന്നുള്ള പ്രയോഗം ആഘോഷത്തോടെ പാടാനുള്ളത് മാത്രമല്ല, ഉദ്ഘോഷിക്കുവാനുള്ളത് മാത്രമല്ല, പശ്ചാത്താപത്തോടെ നോക്കിക്കാണാനുള്ളതാണ്.
തിന്മ പ്രവർത്തിക്കുന്നവനെതിരെ ദൈവം തമ്പുരാൻ വാളെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചാലും നിങ്ങൾ തിന്മ പ്രവർത്തിച്ചാലും ദൈവം ഇങ്ങോട്ടും തിരിയും. ദൈവത്തിന് മുഖപക്ഷമില്ലാത്തവനാ ദൈവം. യുദ്ധവീരനായ യഹോവ, സൈന്യങ്ങളുടെ യഹോവ, ബലവാനും വീരനുമായ യഹോവ. ദൈവത്തെ നമ്മൾ പല വ്യാഖ്യാനങ്ങൾ കൊടുത്ത് പറയുന്നു. അവൻ ബലവാനാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒംനിപൊട്ടൻറ്റ്, ഒംനിപ്രസൻറ്റ്, ഒംനിഷ്യൻറ്റ്, സർവശക്തൻ, സർവജ്ഞൻ, സർവവ്യാപി എന്ന് നമ്മൾ പറയുന്നുണ്ട്. നല്ലതാ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ഇതുപോലെ ഓർത്തോ, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ. എൻ്റെ യുദ്ധവീരനായ യഹോവയുടെ മുൻപാകെ, ദൈവത്തിൻ്റെ മുൻപാകെ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാശയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ആത്മശരീര മനസ്സുകളാം എന്നോട് തിരുമുൽക്കാഴ്ചകളെ, ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. ആത്മശരീര മനസ്സുകളാം എന്നോട് തിരുമുൽക്കാഴ്ചകളെ, ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ബലവാനും വീരനുമാകുന്നു, നീ സർവശക്തനാകുന്നു, ബലവാനാകുന്നു. പക്ഷേ എൻ്റെ ബലവും വീര്യവുമൊക്കെ എവിടെ പോയി? നീ ബലവാനും വീരനുമായിട്ടും ഞാൻ എന്തുകൊണ്ട് ബലഹീനനും വീര്യമില്ലാത്തവനുമായി ഇന്ന് മാറ്റപ്പെടുന്നു? നീ ബലവാനും വീരനുമായിട്ടും എൻ്റെ പ്രാർത്ഥനയിൽ ബലം എന്തുകൊണ്ടാണ് കുറഞ്ഞത്? എൻ്റെ ബുദ്ധിയിൽ എന്തുകൊണ്ടാണ് ബലം കുറഞ്ഞത്? എൻ്റെ ശക്തിയിൽ എന്തുകൊണ്ടാണ് ബലം കുറഞ്ഞത്? വീരത്വമില്ലാത്തവനായി, ബലഹീനനായി ഞാൻ മാറ്റപ്പെട്ടത് എന്തുകൊണ്ടാണ്? എൻ്റെ ദൈവത്തിന് ബലമില്ലാത്തത് കൊണ്ടാണോ? എൻ്റെ ദൈവത്തിന് വീരത്വമില്ലാത്തത് കൊണ്ടാണോ? ഇത്ര ശക്തനായ ഒരു ദൈവം, ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടുവാൻ. സൈന്യത്താലും ശക്തിയാലും അല്ലാതെ ബലം തരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഞാനും പ്രാർത്ഥനയോടെ ഒരു കാര്യം പശ്ചാത്താപത്തോടെ ഹൃദയവേദനയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഓർത്തോണം, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി അവൻ ബലവാനും വീര്യനുമാണ്, അവൻ യുദ്ധവീരനാണ് എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൻ്റെ മുൻപിൽ ദൈവത്തെ നമ്മൾ അവഹേളിക്കാനിടയാകരുത്. സമൂഹം നമ്മളോട് ചോദിക്കും, നിൻ്റെ ദൈവം യുദ്ധവീരനാണോ? യുദ്ധം വേണ്ടാന്നല്ലേ ഇന്നത്തെ സമൂഹത്തിന് ആഗ്രഹം? ലോകം മൊത്തം യുദ്ധത്തിനെതിരായിട്ട് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഇടപെട്ടിരിക്കുന്ന യുദ്ധമേഖല, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധം, റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, ഇതൊക്കെ നിർത്തലാക്കണം. അമേരിക്കയിൽ ഇപ്പോൾ പ്രസിഡൻ്റായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പുതിയ സംവിധാനത്തിൽ പറയുന്നത്, ലോകമെങ്ങുമുള്ള യുദ്ധങ്ങൾ നിർത്തലാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പുതിയ പോളിസി. ട്രംപിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ അടിച്ചമർത്തുക എന്നുള്ളതായിരുന്നു, എന്നാൽ അത് നിർത്തലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി എന്നാണ് ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴൊക്കെയാണ് ഇപ്പോൾ ട്രംപ് വരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യുദ്ധമൊന്നും വേണ്ട. നമ്മുടെ രാജ്യം ഉൾപ്പെടെ ലോകമെങ്ങുമുള്ള രാജ്യങ്ങൾ ഒരു ആൻറ്റി വാർ കൺസെപ്റ്റ് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ യുദ്ധവീരനായ യഹോവ എന്ന ദൈവത്തെ വ്യാഖ്യാനിക്കുന്നത്. അത് ജനങ്ങളുടെ മുൻപിൽ ലജ്ജിക്കപ്പെടുവാനും നിന്ദിക്കപ്പെടുവാനും ഇടയാകരുത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആത്മീക അർത്ഥം എന്താണെന്ന് ചിന്തിച്ചുകൊള്ളണം. ബലവാനും യുദ്ധവീരനായ യഹോവ എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറമായൊരു ചിന്താധാരയുണ്ട്. നമ്മളെ പോഷിപ്പിക്കുകയാണ്. നമ്മളോട് പോരാടുന്ന ദുഷ്ടാത്മശക്തികളുണ്ട്, അഹങ്കാരങ്ങളും സ്വാർത്ഥതകളുമുണ്ട്. അവയ്ക്കെതിരെ വാളെടുക്കുന്ന, അഹങ്കാരത്തിനെതിരെ വാളെടുക്കുന്ന, യുദ്ധം ചെയ്യുന്ന, തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന, അശുദ്ധിക്കെതിരെ യുദ്ധം ചെയ്യുന്ന, നമ്മളുടെ ശുദ്ധീകരണത്തിനായി യുദ്ധം ചെയ്യുന്ന,
അതിനുവേണ്ടി നമുക്ക് ശക്തി തരുന്ന ദൈവത്തെ നമ്മൾ കാണണം. ദൈവത്തെ ബലവാനും വീരനുമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ബലത്തെയും വീരത്തെയും കുറിച്ച് ഓർത്ത് നമ്മൾ ചിന്തിക്കണം. ഇന്ന് പലർക്കും ജീവിക്കാൻ താല്പര്യമില്ല, അങ്ങ് മരിച്ചാൽ മതി എന്നാണ് ചിന്തിക്കുന്നത്. ദാരിദ്ര്യം, രോഗങ്ങൾ, കുടുംബകലഹങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ കൊണ്ട് മനുഷ്യനങ്ങൊരു ഒരു അശുഭാബ്ദി വിശ്വാസം വളർന്നേക്കുക. ഒരു ഒപ്റ്റിമിസ്റ്റിക് വിശ്വാസം, ഫെയ്ത്ത് ആരിലും കാണാനില്ല, പലരിലും കാണാനില്ല. എത്രയും പെട്ടെന്ന് പോയാൽ മതി. പ്രത്യേകിച്ച് മനുഷ്യരൊക്കെ പ്രായമായി കഴിഞ്ഞ് ഇനി എന്തിനാണ് ജീവിക്കുന്നത്, ഞങ്ങൾ കാണേണ്ടതൊക്കെ കണ്ടു, കേൾക്കേണ്ടതൊക്കെ കേട്ടു, ഇനി അങ്ങ് മരിച്ചാൽ മതി, കഷ്ടപ്പെടാൻ വയ്യ. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ തന്നെയും പറയും അങ്ങ് മരിച്ചാൽ മതി. ചിലർ രോഗത്തിൻ്റെ ആധിക്യത്തിൽ വേദന കൊണ്ട് പറയും ഞങ്ങളങ്ങ് മരിച്ചാൽ മതി. പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നീ അങ്ങനെ മരിച്ചു പോകേണ്ടവനാണോ, മരിച്ചു പോകേണ്ടവളാണോ? നിന്നെക്കൊണ്ട് ഇനി ഒത്തിരി ചെയ്യാനുണ്ട്. നിന്റെ ദൈവം ബലവാനും വീരനുമാണ്, അവൻ യുദ്ധവീരനാണ്. എൻ്റെയും നിങ്ങളുടെയും ദൈവം ബലവാനാണെങ്കിൽ ബലമില്ലാത്ത അനുഭവത്തിൽ എനിക്ക് ശക്തി തരും. നമ്മൾ കൗമാ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് നീട്ടി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചോണം, ദൈവമേ നീ പരിശുദ്ധനാകുന്നതുപോലെ ഞാനും പരിശുദ്ധനാകണം, എന്നെ ശുദ്ധിയിൽ നിർത്തണം. ബലവാനേ നീ പരിശുദ്ധൻ. ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ച് ഊറ്റം കൊണ്ടിട്ട് കാര്യമില്ല. എൻ്റെ ബലഹീനതയിൽ ദൈവം ബലമാകണം, താഴ്ചയിൽ ഉയർച്ചയാകണം. മരണമില്ലാത്തവനേ നീ പരിശുദ്ധൻ. ദൈവമേ നീ മരണമില്ലാത്തവനാണ്, എനിക്ക് മരണമുണ്ട്, നിൻ്റെ അമർത്യതയിലേക്ക് നീ എന്നെ നയിക്കണം. മൃത്യോമ അമൃതം ഗമയ എന്ന് ഭാരതീയ ചിന്തകന്മാർ പാടിയിട്ടുള്ള ആ പ്രാർത്ഥന നമ്മൾ ഏറ്റെടുത്ത് പാടണം. മൃത്യോമ അമൃതം ഗമയ, തമസോമ ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. ഈ ഒരു യാത്രയാണ് ദൈവകൃപയുടെ അടിത്തറയെന്ന് പറയുന്നത്, ദൈവിക സുവിശേഷത്തിൻ്റെ അടിത്തറയെന്ന് പറയുന്നത്. അതെ, ജീവിക്കാൻ തക്കവണ്ണം താല്പര്യമില്ലെങ്കിലും പ്രിയമുള്ളവരെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവനെ, നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നീ ജീവിക്കണം. ദൈവം അനുവദിച്ചിരിക്കുന്നിടത്തോളം കാലത്ത് നീ ജീവിക്കണമെന്ന് എനിക്കാഗ്രഹമുണ്ട്. എനിക്കാഗ്രഹമുണ്ട്, നിൻ്റെ കുടുംബക്കാർക്ക് ആഗ്രഹമുണ്ട്, നിന്നെ സ്നേഹിക്കുന്നവർക്ക് ആഗ്രഹമുണ്ട്. ഒരുപക്ഷേ നിന്നെ ഉപദ്രവിക്കുന്നവൻ എന്ന് പറയുന്നവന് പോലും നീ ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹം. കാരണം അവന് പോരടിക്കാൻ ഒരാൾ വേണം. ഒരുപക്ഷെ അതിനുവേണ്ടി അവൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പറയത്തില്ലേ, ചില സിനിമകളിലും സീരിയലുകളിലുമൊക്കെ വില്ലന്മാരെ പെട്ടെന്ന് കൊല്ലത്തില്ല, വില്ലന്മാർ ജീവിച്ചിരിക്കാം. കാരണം എങ്കിൽ മാത്രമേ വില്ലൻ ഉണ്ടെങ്കിലേ നായക കഥാപാത്രത്തിന് പ്രസക്തിയുള്ളൂ. വില്ലൻ പോയി കഴിഞ്ഞാൽ, ആ ദുഷ്ടകഥാപാത്രങ്ങൾ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നിലനിൽപ്പില്ല. അവിടെ ആ കഥ തീരുകയാണ്. പല എപ്പിസോഡുകളുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു കൊള്ളണം, ഒരുപക്ഷെ നമ്മളോട് എതിർത്ത് നിൽക്കുന്നവർ പോലും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ജീവിച്ചിരിക്കണം. കാരണം നമ്മളോട് പോരാടാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ വില്ലന്മാരായ ശത്രുക്കളായി കരുതുന്നവർക്ക് പോലും നമ്മൾ മരണപ്പെടണമെന്നല്ല ആഗ്രഹം. ഇത് രൂപപ്പെടുത്തുന്ന കഥാപാത്രങ്ങളുണ്ട്, നമ്മളുടെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് തമ്മിൽ തല്ലിക്കുന്നവരുണ്ട്. ആ കഥാപാത്രങ്ങൾക്ക് പോലും, അങ്ങനെയൊക്കെ കഥകളെ പടച്ചു വിടുന്നവർക്ക് പോലും വില്ലര് ജീവിച്ചിരിക്കണമെന്നാണ് താല്പര്യം. അതുകൊണ്ടാണ് പറയുന്നത്, നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിലും നീ നിനക്ക് വേണ്ടി ജീവിക്കണം, നിനക്ക് ഉപദേശം നൽകുന്നവർക്ക് വേണ്ടി ജീവിക്കണം, നിന്നെ ദുഷിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കണം. ആ ജീവിതത്തിന് അർത്ഥം കാണിച്ചു കൊടുക്കണം. അതിന് കാരണമുണ്ട്. അങ്ങനെ ജീവിക്കാൻ തക്കവണ്ണം നീ നിന്നെക്കുറിച്ച് തന്നെ നശീകരണ കഥാപാത്രമാക്കി മാറ്റരുത്. സഹോദര, സഹോദരി, നിൻ്റെ ദൈവം വീരനും ബലവാനുമാണ്. അപ്പോൾ വീരനും ബലവാനും ശക്തനും ആയിട്ടുള്ള ഒരാൾ സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ മരണപ്പെടുന്നത്, നശിച്ചു പോകുന്നത്, ജീവിതത്തെക്കുറിച്ച് നിരാശാകരമായി ചിന്തിക്കുന്നത്? അതിൻ്റെ അവസാന ഭാഗത്ത് വീണ്ടും പറയുകയാണ്, ആദ്യം ബലവാനും വീരനും യുദ്ധവീരനുമായ യഹോവയാണ് മഹത്വത്തിൻ്റെ രാജാവ്. വീണ്ടും പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഒരു വലിയ സൈന്യമുണ്ട്. ദൂതസൈന്യത്തിൻ്റെ തലവെന്ന് മാത്രമല്ല, ലോകത്തിലുള്ള സർവ്വ സൈന്യങ്ങളും, സൈന്യങ്ങൾ എന്ന് പറയുന്നത് ദൂതന്മാരെന്ന് മാത്രമല്ല, എല്ലാ കൂട്ടങ്ങളും, ശക്തരും അശക്തരുമായ കൂട്ടങ്ങൾ, നന്മയും തിന്മയും കലർന്ന കൂട്ടങ്ങൾ, അങ്ങനെ വലിയൊരു കൂട്ടമുണ്ട്. സാത്താൻ്റെ കൂട്ടമുണ്ട്. പക്ഷേ സാത്താൻ പോലും അവൻ വിഘടിച്ച് നിൽക്കുന്നുവെങ്കിലും അവന് ദൈവത്തെ ഭയമാണ്. സൈന്യഗണങ്ങളെല്ലാം തന്നെ പേടിക്കുന്നത് ദൈവത്തെയാണ്. അപ്പോൾ എല്ലാറ്റിനെയും പേടിപ്പിക്കുന്ന, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരു തലം അത് ദൈവത്തിനുണ്ട്. സൈന്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവയിൽ തന്നെ അവയ്ക്ക് ചില ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ട്.
അവയ്ക്ക് ചില കൂട്ടങ്ങളുണ്ട്, ഗണങ്ങളുണ്ട്, പല വർഗ്ഗങ്ങളായിട്ടാണ് അവയെ തിരിച്ചിരിക്കുന്നത് സൈന്യങ്ങളെ. അപ്പം സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയുമ്പോൾ ഒരു വലിയ നിയന്ത്രണം, പല കൂട്ടങ്ങളായിട്ടുള്ള തിരിവ്, അച്ചടക്കത്തിൻ്റെ ഒരു പ്രമാണം. അപ്പം ദൈവം ബലവാനും വീരനും യുദ്ധവീരനുമാണ്, അതോടൊപ്പം തന്നെ സൈന്യങ്ങളുടെ യഹോവയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ അച്ചടക്കമുണ്ട്, ഒരു വലിയ നിയന്ത്രണമുണ്ട്. ആ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ, ഫിസിക്കൽ ഡിസിപ്ലിൻ, സ്പിരിച്വൽ ഡിസിപ്ലിൻ, ഫെയ്ത്ത് ഡിസിപ്ലിൻ, അതായത് വിശ്വാസത്തിൻ്റെ അച്ചടക്കമുണ്ട്, ഒരു ജീവിതത്തിൻ്റെ ലൈഫ് ഡിസിപ്ലിനുണ്ട്. ഈ ഡിസിപ്ലിനോടുകൂടി എല്ലാത്തിൻ്റെയും തലവനാണ് യഹോവ. അപ്പം നമ്മളും ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ കൂട്ടത്തിലേക്ക് മാറ്റപ്പെടും. ഇന്ന് നമ്മളുടെ പ്രശ്നമെന്ന് വെച്ചാൽ ഒരു അച്ചടക്കമില്ല, ജീവിതത്തിന് നിയന്ത്രണമില്ല. എങ്ങനെയും ജീവിക്കുക, സമ്പത്ത് തോന്നുന്നത് പോലെ, ചിന്തകൾ തോന്നുന്നത് പോലെ, വാക്കുകൾ തോന്നുന്നത് പോലെ, അങ്ങനെയല്ല. അച്ചടക്കത്തോടെയുള്ള ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, നീ ഏത് ജാതിയിലും മതത്തിലും വർഗത്തിലും വംശത്തിലും ആയിക്കും, നിൻ്റെ ജീവിതത്തെ നീ വിശ്വാസത്തോടും നിൻ്റെ വിശ്വാസത്തെ നീ അച്ചടക്കത്തോടും കൂടി പാലിക്കണം. നിൻ്റെ സർവശക്തനായ ദൈവം ബലവാനും വീരനുമാണ്. അവനെയാണ് മഹത്വത്തിൻ്റെ രാജാവെന്ന് പറയുന്നത്. നമ്മളൊക്കെ ദൈവം മഹത്വത്തിൻ്റെ രാജാവാണ്, ദൈവം അഗ്നിതുല്യനാണ്, ദൈവം അദർശനാകുന്നവനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എത്ര വ്യാഖ്യാനങ്ങളും കൊടുത്തോ, മതത്തിന് വേണ്ടി കൊടുത്തോ. അതോടൊപ്പം നമ്മളെ ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന, ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു നിയതമായ ഘടനയുള്ള ഒരു ദൈവസങ്കല്പത്തെയും കുറിച്ച് ചിന്തിച്ചോണം. അതിനുവേണ്ടി പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ടാകണം, അതിനുവേണ്ടി നിയമങ്ങളുണ്ടാകണം, ചട്ടങ്ങളുണ്ടാകണം, നിഷ്ഠകളുണ്ടാകണം. നിഷ്ഠയിലും ചിട്ടയിലും അച്ചടക്കത്തിലും ഉയർന്നു വരുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ദാവീദിൻ്റെ ധ്യാന ചിന്തകൾ സഹായിക്കട്ടെ. 24-ാം സങ്കീർത്തനം 8, 9, 10 വാക്യങ്ങൾ അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.